ഉത്തരകന്നഡ ജില്ലയിലെ ഷിരൂരില് ഉണ്ടായ മണ്ണിടിച്ചിലില് കുടുങ്ങിയ മലയാളി ഡ്രൈവര് അർജുനെ രക്ഷിക്കാനുള്ള ദൗത്യത്തില് പ്രതീക്ഷയുടെ പ്രതീകമായി മാറിയിരിക്കുകയാണ് രഞ്ജിത്ത് ഇസ്രായേല്. ദുരന്തഭൂമിയിലെ രക്ഷകന് ആണ് രഞ്ജിത്ത് ഇസ്രായേല്. രാജ്യത്തിന്റെ വിവിധ കോണുകളില് പ്രകൃതി ദുരന്തങ്ങളുണ്ടാകുമ്പോള് ആപതഘട്ടത്തില് ജീവന് രക്ഷിക്കാനായി ഓടിയെത്തുന്ന മലയാളിയാണ് രഞ്ജിത്ത്. ഇന്ത്യന് സൈന്യത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന സിവിലിയന്, സൂപ്പർമാന്. ബൈബിളിലാണ് വിശ്വാസം. രഞ്ജിത്ത് ഇസ്രായേല് എന്ന പേരിലുമുള്ളത് ആ വിശ്വാസമാണ്. അതിനപ്പുറമൊന്നുമില്ല. മാതൃരാജ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കാൻ ആഗ്രഹം. ഇന്ന് ദുരന്തഭൂമിയിലെ രക്ഷകനാണ് രഞ്ജിത്ത് ഇസ്രായേല്. തിരുവനന്തപുരം ജില്ലയിലെ വിതുര ഗോകുല് എസ്റ്റേറ്റിലെ ജോർജ് ജോസഫ് ഐവ ജോർജ് ദമ്പതികളുടെ മകനാണ് രഞ്ജിത്ത് ഇസ്രായേല് എന്ന അസാധാരണ മനസ്സുള്ള വ്യക്തി. ദുരന്തമുഖങ്ങളില് ജീവന്റെ തുടിപ്പ് തേടിയെത്തുന്ന രക്ഷാപ്രവർത്തകനാണ്. ആരും വിളിച്ചില്ലെങ്കിലും ദുരന്തഭൂമിയിലേക്ക് ആദ്യമെത്തും രഞ്ജിത്ത്. തന്റെ അസാധാരണമായ ധൈര്യവും സേവനബോധവും കൊണ്ട് എല്ലാവരെയും വിസ്മയിപ്പിക്കുകയാണ് ഈ തിരുവനന്തപുരത്തുകാരന്. 2013 ഉത്തരാഖണ്ഡില് നടന്ന മേഘവിസ്ഫോടനം, 2018 കേരളത്തെ നടുക്കിയ പ്രളയദുരന്തം, 2019 കവളപ്പാറ ഉരുൾപൊട്ടല്, 2020 ഇടുക്കി പെട്ടിമുടി ഉരുൾപൊട്ടല്, ഉത്തരാഖണ്ഡില് മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ തപോവന ടണല് ദുരന്തം തുടങ്ങിയ വിവിധ ദുരന്തമുഖങ്ങളിലെ രക്ഷാകരങ്ങള് നീട്ടി രഞ്ജിത്ത് എത്തിയിട്ടുണ്ട്. പ്രതിഫലം ഒന്നുമില്ലാത്ത അദ്ദേഹത്തിന്റെ സേവനം. സഹോദരങ്ങള് വിദേശത്താണ്. അവര് രഞ്ജിത്തിന് വേണ്ടി വിദേശത്തേക്കായ വിസയും ഒരുക്കി. എന്നാല് രഞ്ജിത്തിന് മാതൃരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. 3 തവണ ജൂനിയർ മിസ്റ്റർ തിരുവനന്തപുരമായിരുന്നു രഞ്ജിത്ത്. സൈന്യത്തില് ചേരാൻ ആഗ്രഹിച്ച രഞ്ജിത്ത് പ്രായപരിധികരണം അവസരം നഷ്ടപ്പെട്ടു. ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടില് നിന്ന് ജീവന് രക്ഷാ സാങ്കേതിക വിദ്യകള്, മലകയറ്റം, വനത്തെ അതിജീവിക്കുന്ന സാങ്കേതിക വിദ്യകള് എന്നിവയില് പരിശീലനവും നേടിയിട്ടുണ്ട്. സൈന്യത്തില് നിന്ന് പോലും പരിശീലനം ചെയ്തു. സൈന്യത്തില് ചേരാൻ ആഗ്രഹിച്ച രഞ്ജിത്ത് പ്രായപരിധി കാരണം അവസരം നഷ്ടപ്പെട്ടു. സൈനിക സ്വപ്നങ്ങള് തകർത്തത് 21 വയസ്സില് തലച്ചോറിനെ ബാധിച്ച ഗുരുതര രോഗമായിരുന്നു. പിന്നീട് അസുഖം ഭേദമായപ്പോഴും പ്രായം കൂടി. പിന്നെ സൈന്യത്തില് ഭാഗമാകാനായില്ല. പക്ഷേ മനസ്സ് സൈന്യത്തിനൊപ്പമായി. അങ്ങനെ സ്വയം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി. നിരവധി ദുരന്തങ്ങളിലെ രക്ഷാപ്രവർത്തനത്തില് പങ്കെടുത്ത രഞ്ജിത്ത് ഇസ്രായേല് ഷിരൂരിലെ സാഹസികതയുമായി ഏവരുടെയും മനസ്സിലേക്ക് കുടികയറുകയാണ്. 33 വയസ്സുള്ള രഞ്ജിത്ത് ഇസ്രായേല് ഇനിയും വിവാഹിതനല്ല. രക്ഷാപ്രവർത്തനത്തോടുള്ള താൽപര്യമാണ് വിവാഹം മുടങ്ങാന് കാരണമത്രേ. ജീവന് അപകടമുനമ്പില് നിർത്തി നീങ്ങുന്ന രഞ്ജിത്തിന്റെ കല്യാണം പല ഘട്ടങ്ങളിലും ഈ ധീരത കാരണം മുടങ്ങി. ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടില് നിന്ന് ജീവന് രക്ഷാ സാങ്കേതിക വിദ്യകളില് പരിശീലനം നേടിയിട്ടുണ്ട്. മികവാർന്ന സേവനത്തിന് അധികൃതർ നൽകിയിട്ടുള്ള അനുമോദന സർട്ടിഫിക്കറ്റുകള് മാത്രമാണ് ജീവിതത്തിലെ സമ്പാദ്യം. 2013 ഉത്തരാഖണ്ഡില് നടന്ന മേഘവിസ്ഫോടനം, 2018 കേരളത്തെ നടുക്കിയ പ്രളയദുരന്തം, 2019 കവളപ്പാറ ഉരുൾപൊട്ടല്, 2020 ഇടുക്കി പെട്ടിമുടി ഉരുൾപൊട്ടല്, 2021 ഉത്തരാഖണ്ഡില് മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ തപോവന ടണല് ദുരന്തത്തിലും, കഴിഞ്ഞ വർഷം നവംബറില് ഉത്തരാഖണ്ഡിലെ ചാർധാം തീർത്ഥാടന പാതയിലെ തുരങ്കത്തില് കുടുങ്ങിയ 40 തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ദൗത്യത്തിലും മലയാളിയായ രഞ്ജിത്ത് ഇസ്രായേല് പങ്കാളിയായിരുന്നു. പ്രതിഫലം ഒന്നുമില്ലാത്ത അദ്ദേഹത്തിന്റെ സേവനം